എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 750 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ചതച്ചതുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കാശ്മീരി മുളക് ചതച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ മുളകും ചതച്ചെടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുന്ന കല്ലായാലും മതി. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 15 മുതൽ 20 വരെ ചെറിയുള്ളി എടുക്കാം. ഒരു പിടി മല്ലിയില എടുക്കാം. ഒരു ചെറിയ കൈപ്പിടി പുതിനയില എടുക്കാം. ഇതെല്ലാം ഒന്നങ്ങ് ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്നങ്ങ് ക്രഷ് ചെയ്ത് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 30 മിനിറ്റ് മുതൽ സമയം പോലെ വെക്കാവുന്നതാണ്. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ നല്ലതുപോലെ എല്ലാ ഫ്ലേവറും ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ ഫ്രൈ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ മുകളിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇതുപോലെ നിരത്തി വെച്ച് തന്നെ പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് വരാനുള്ള വെളിച്ചെണ്ണയാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഒരുപാട് അങ്ങ് ക്രിസ്പായി വരുന്ന ഫ്രൈ അല്ല, കുറച്ച് ഗ്രേവിയോട് കൂടി വരുന്ന ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് 2-3 മിനിറ്റ് കൂടി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ 2 സൈഡും വെന്ത് കിട്ടും. ചപ്പാത്തി, അപ്പം, പൊറോട്ട അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.